ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ എത്തുകയാണ്. പ്രധാനപ്പെട്ട യുഎസിലെ 3 ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. എൻവിദിയ 5.5% ഇടിഞ്ഞത്. ടെക് സ്റ്റോക്കുകളിൽ 1.8% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും നോക്കാനുണ്ട്. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ആദ്യം 5 വർഷത്തേക്ക് 10,372 കോടി രൂപ AI മിഷന് മാറ്റിവെക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദൗത്യത്തിനായി സർക്കാർ 10,372 കോടി രൂപ നിക്ഷേപിക്കും. ഇന്ത്യയിൽ ശക്തമായൊരു AI ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ് ദൗത്യം ലക്ഷ്യമിടുന്നത്. ഇനി ഈ മിഷന്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 10,000-ലധികം GPU ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉള്ള ഒരു വലിയ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് ഗവേഷകർ, വ്യവസായങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പങ്കാളികൾക്ക് ഈ സൂപ്പർ കമ്പ്യൂട്ടിംഗ് പവർ ആക്സസ് ചെയ്യാൻ കഴിയും. ഇത് AI ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനും വിന്യസിക്കാനും അവരെ അനുവദിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. കൂടാതെ ഡാറ്റയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും AI വികസനത്തിന് അത് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി ഒരു ദേശീയ ഡാറ്റ മാനേജ്മെന്റ് ഓഫീസറെയും നിയമിക്കും എന്നും പറയുന്നു. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്കായി ടാറ്റ ഗ്രൂപ്പും CG പവറിനും ഗുജറാത്തിൽ 188 ഏക്കർ അനുവദിച്ചതായി റിപ്പോർട്ട്. സെമി കണ്ടക്ടർ ഹബ്ബ് അഭിലാഷത്തിന്റെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പിനും CG പവറിനും ഭൂമി അനുവദിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ നീക്കം ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. ഒരു മെഗാ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് 91,000 കോടി രൂപയുടെ നിക്ഷേപിക്കുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. മറ്റൊന്നുള്ളത് ATMP പ്ലാന്റ് അർദ്ധചാലക നിർമ്മാണത്തിലേക്കുള്ള CG പവറിന്റെ സംരംഭമാണ്. എന്തായാലും ഈ 2 പദ്ധതികളും വളർന്നു വരുന്ന അർദ്ധചാലക കേന്ദ്രം എന്ന നിലയിൽ ഗുജറാത്തിന്റെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഈ വാർത്തയുടെ ഒരു ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടി നോക്കാം. ടാറ്റ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ഈ വാർത്തയുടെ ഗുണം ലഭിക്കും. CG പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ PSMC, റിനീസസ് ആൻഡ് സ്റ്റാർസ് മൈക്രോ ഇലക്ട്രോണിക്സ് എന്നീ കമ്പനികൾക്കും അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, IT എന്നീ കമ്പനികൾക്കും ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് ഓട്ടോ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. ആ ഡാറ്റയിലേക്ക് ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ റീറ്റെയിൽ വിൽപ്പന ഫെബ്രുവരിയിൽ 13% ഉയർന്ന് 2.03 ദശലക്ഷം യൂണിറ്റിലെത്തി. 2023 ഫെബ്രുവരിയിൽ ഇത് 1.79 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. വർദ്ധിച്ച വാഹന ലഭ്യത, സാമ്പത്തിക സാഹചര്യങ്ങൾ മൂലമുള്ള മെച്ചപ്പെട്ട ഡിമാൻഡ്, വിവാഹ സീസൺ എന്നിവയാണ് ഈ വർധനവിന് കാരണമായത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ 2,93,803 യൂണിറ്റുകളെ അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ പാസഞ്ചർ വെഹിക്കിളുകൾ അതായത് PV റെക്കോർഡ് വിൽപ്പനയാണ് നേടിയത്. 12% ഉയർന്ന് 3,30,107 യൂണിറ്റുകളാണ് വിറ്റത്. ഇരുചക്ര വാഹനങ്ങൾ, 3 വീലർ വെഹിക്കിളുകൾ, ട്രാക്ടർ, വാണിജ്യ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ മറ്റ് വാഹന വിഭാഗങ്ങളിൽ യഥാക്രമം 13%, 24%, 11%, 5% എന്നിങ്ങനെയാണ് വളർച്ചാ നിരക്ക് നേടിയത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ട്രാക്ടർ സെഗ്മെന്റ് തന്നെയാണ്. കാരണം എക്കാലത്തെയും മികച്ച വിൽപ്പന തന്നെയാണ് ഈ ഫെബ്രുവരിയിൽ ട്രാക്ടർ സെഗ്മെന്റ് നടത്തിയത്. എന്തായാലും ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു ഡാറ്റ തന്നെയായിരുന്നു പുറത്തു വന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക്. തിങ്കളാഴ്ച മാർച്ച് 11 ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച മാർച്ച് 12 വരുന്ന ഒരു IPO പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിൻ്റെ IPO ഓപ്പൺ ആവുന്നുണ്ട്. അന്ന് ലിസ്റ്റ് ചെയ്യുന്ന IPO RK സ്വാമി ആണ്. അന്ന് തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റകൾ ഇന്ത്യ ഇൻഫ്ലേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, US ഇൻഫ്ലേഷൻ, OPEC മന്ത്ലി റിപ്പോർട്ട് എന്നിവ വരുന്നുണ്ട്. ബുധനാഴ്ച മാർച്ച് 13 ലിസ്റ്റ് ചെയ്യുന്ന IPO RG കെമിക്കൽസ് ആണ്. അന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് പറയുന്നത് IIFL ഫിനാൻസിൻ്റെ ബോർഡ് മീറ്റിംഗ് ആണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സ്റ്റോക്ക് വലിയ ഡൗണിലേക്കൊക്കെ പോയിരുന്നു RBIയുടെ ചില തീരുമാനങ്ങൾ കാരണം. ഇനി യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. മാർച്ച് 14 വ്യാഴാഴ്ച വരുന്ന IPO ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ആണ്. അന്ന് ലിസ്റ്റ് ചെയ്യുന്ന IPO ഗോപാൽ സ്നാക്സ് ആണ്. ഇന്ത്യ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അന്ന് വരുന്നുണ്ട്. US റീറ്റെയിൽ സെയിൽസ്, ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ.
വെള്ളിയാഴ്ച മാർച്ച് 15-ന് ഇന്ത്യ എക്സ്പോർട്സ് ഇമ്പോർട്ട്സ് ഡാറ്റ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട. നിഫ്റ്റിയിലേക്ക് 22,493-ൽ 19 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഒരു നാരോ റേഞ്ചിലാണ് വ്യാഴാഴ്ച വീക്ക്ലി എക്സ്പയറി ദിവസം ട്രേഡ് ചെയ്തത്. നിഫ്റ്റി ഒരിക്കൽ കൂടി 22,525 എന്ന ഓൾ ടൈം ഹൈ, പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റിയിൽ ഇപ്പോൾ ബൈ ഓൺ ഡിപ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,390 മുതൽ 22,340 വരെയുള്ള ഒരു സോണാണ്. കാരണം പ്രധാനപ്പെട്ട ഹവർലി മൂവിംഗ് ആവറേജുകൾ ഉള്ള ഒരു സോൺ അതാണ്. ഡെയിലി ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ ആണ് അത് സൂചിപ്പിക്കുന്നത്. വീക്ക്ലി ചാർട്ടിലേക്ക് പോയാൽ ഒരു ലോങ് ലോവർ ഷാഡോവോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് വരാം. ആദ്യം കോൾ സൈഡിൽ 22,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,600 സ്ട്രൈക്കിലുമാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 22,500 സ്ട്രൈക്കിൽ തന്നെയാണ്. അതായത് കോൾ സൈഡിലും പുട്ട് സൈഡിലും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് ഒന്നാണ്, 22,500 തന്നെയാണ്. അതുകൊണ്ട് ആ സ്ട്രൈക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്ക് 22,400-ഉം അതിനുശേഷം 21,500-ഉമാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,400-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,600-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,450 സ്ട്രൈക്കിൽ 374% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 27% വർധനവ് കാണാം. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് കോൾ സൈഡിലുള്ള. എന്നാൽ പുട്ട് സൈഡിൽ 374% വർധനവ്, നല്ല ഒരു ലോങ് ബിൽഡപ്പ് കാണാം. അടുത്തത് കോൾ സൈഡിൽ 48% ഇടിവാണ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ 22,400 സ്ട്രൈക്കിൽ നടക്കുന്നത്. 25% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്, ലോങ് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. അടുത്തത് 22,500 സ്ട്രൈക്കിൽ 226% വർധനവ് പുട്ട് സൈഡിലുണ്ട്, ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 313% വർധനവാണ് കോൾ സൈഡിലുള്ളത്, ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,835-ൽ 129 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 48,000 എന്ന റേഞ്ചിൽ ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നും ബാങ്ക് നിഫ്റ്റി താഴേക്ക് വീഴുകയുണ്ടായി. ഡൗൺ സൈഡിൽ 47,750 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 48,200 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനുള്ള സാധ്യതയുള്ളത്. ഇനി 48,200 എന്നൊരു റേഞ്ച് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബുള്ളിഷ് ആവാനുള്ള ഒരു സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000-ലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 48,000-ലാണ്, അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.61 എന്ന നിലയിൽ 4.77% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 7ാമത്തെ ദിവസമാണ് ഈ ഇടിവ് തുടരുന്നത്. കൂടാതെ ജൂൺ 16-ന് ശേഷമുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവൽ കൂടിയാണിത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഇന്റർഗ്ലോബ് ഏവിയേഷൻ. ഇൻഡിഗോ സഹസ്ഥാപകൻ രാകേഷ് ഗാംഗ്വാൾ എയർലൈനുകളുടെ മാതൃകാ കമ്പനിയായ ഇൻഡിഗോ എയർലൈനിൻ്റെ 5.8% ഓഹരികൾ വിൽക്കാൻ ആലോചിക്കുന്നതായി CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിലൂടെ 6,000 കോടി സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 2,925 രൂപയാണ്. മറ്റൊരു വാർത്തയുള്ളത് JM ഫിനാൻഷ്യലിനെ സംബന്ധിച്ചതാണ്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വഞ്ചനാപരമായ നടപടികളുടെ പേരിൽ ഡേറ്റ് സെക്യൂരിറ്റികളുടെ ഏതെങ്കിലും പുതിയ പബ്ലിക് ഇഷ്യൂവിന്റെ ലീഡ് മാനേജറായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് JM ഫിനാൻഷ്യലെ വിലക്കി എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. മറ്റൊരു വാർത്തയുള്ളത് കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. മാർച്ച് 7 വരെ കമ്പനിയുടെ ഉൽപ്പാദനം 703.91 മെട്രിക് ടണ്ണായി എന്ന് കമ്പനി പറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇതേ കാലയളവിൽ 703.20 മെട്രിക് ടണ്ണായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അടുത്തത് HG ഇൻഫ്ര. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 944 കോടി രൂപ വിലയുള്ള ഒരു പ്രൊജക്ടിന് ഏറ്റവും കുറഞ്ഞ ലേലം വിളിച്ചതായി കമ്പനി പ്രഖ്യാപിച്ചു. മറ്റൊരു കമ്പനി KPI ഗ്രീൻ എനർജിയാണ്. ആദിത്യ ബിർള റിന്യൂവബിൾ സബ്സിഡറി ആൻഡ് അബ്രെയിൽ പദ്ധതിയിൽ നിന്ന് 305 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റുകൾ വികസിപ്പിക്കുന്നതിന് കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി യുണൈറ്റഡ് ബ്രിവറീസ് ആണ്. കർണാടകയിലെ വിപണിയിലെ പ്രീമിയം സ്ട്രോങ് ബിയർ വിഭാഗത്തിൽ കിങ്ഫിഷർ അൾട്രാ മാക്സ് ഡ്രാഫ്റ്റ് ബിയർ പുറത്തിറക്കി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്.
മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. അപ്പോൾ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു സെഷൻ തന്നെയാണ്, ആരും മിസ്സാക്കാതിരിക്കുക. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത്, നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 7-നായിരുന്നു. അന്നേ ദിവസം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യത്തെ സ്റ്റോക്ക് ടാറ്റ കെമിക്കൽസ് ആണ്. മാർച്ച് 1-നായിരുന്നു എൻട്രി എടുക്കുന്നത്. കേവലം 5 ദിവസം കൊണ്ട് നമുക്ക് ലഭിച്ച ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40%. 959 എന്ന നിലയിലാണ് എൻട്രി എടുക്കുന്നത്. 1349 വരെ സ്റ്റോക്ക് അപ്പായി. 40% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ പവർ ആയിരുന്നു. എൻട്രി എടുക്കുന്നത് മാർച്ച് 4-നാണ്. 386 എന്ന നിലയിൽ എൻട്രി എടുത്തു. 433 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഇതുവരെ 12% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കാം. സിർമ മാർച്ച് 1-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 539 എന്ന നിലയിൽ എൻട്രി എടുത്തു. 569 വരെ സ്റ്റോക്ക് അപ്പായി. 5.20% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. മറ്റൊരു സ്റ്റോക്ക് ഡിക്സോൺ ടെക്നോളജീസ് ആയിരുന്നു. 6943 എന്ന നിലയിൽ മാർച്ച് 1-ന് നമ്മൾ എൻട്രി എടുത്തു. 7200 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 3.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. മാർച്ച് 5-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 144.25 എന്ന നിലയിൽ എൻട്രി എടുത്ത് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 148.15 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 2.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് അവന്തി ഫീഡ്സ് ആയിരുന്നു. മാർച്ച് 1-നാണ് നമ്മൾ ഈ സ്റ്റോക്കിലും എൻട്രി എടുക്കുന്നത്. 535 എന്ന നിലയിൽ എൻട്രി എടുത്ത് 555 വരെ സ്റ്റോക്ക് അപ്പായി. 4.20% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് പവർ ഗ്രിഡ് ആയിരുന്നു. മാർച്ച് 1-നാണ് എൻട്രി എടുക്കുന്നത്. 288 എന്ന നിലയിൽ നിന്നും 298.90 എന്ന നില വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 3.60% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഇൻഫിബീമാണ്. ഫെബ്രുവരി 19-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 36.50 എന്ന നിലയിൽ നിന്നും 40 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 8.75% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഡിസംബർ 29-ന് നൽകിയ അമർ രാജ ബാറ്ററീസ് ആയിരുന്നു. 828 എന്ന നിലയിൽ നിന്നും 885 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 6.80% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. 880 ആയിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ആദ്യം റാലീസ് ഇന്ത്യ. മാർച്ച് 7-നാണ് സ്റ്റോക്കിൽ നമ്മൾ 276 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. 289.80 എന്ന നില വരെ അപ്പായി. 4.70% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ ലഭിച്ചത്. F&O സെഗ്മെൻറ്റിൽ ഇൻട്രാഡേയിൽ ടാർഗറ്റ് ഹിറ്റായ ഒരു സ്റ്റോക്കാണ് BPCL. 19.75 എന്ന നിലയിൽ നിന്നും 24 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ഈ സ്റ്റോക്കിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ കെമിക്കൽസ് ആയിരുന്നു. F&O സെഗ്മെൻറ്റിൽ മാർച്ച് 5-നാണ് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 17 എന്ന നിലയിൽ നിന്നും 24 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ഈ സ്റ്റോക്കിലും ലഭിച്ചത്. നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 7304 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. വലിയ ബൈയിങ്ങിൽ തന്നെയായിരുന്നു FIS ഉണ്ടായിരുന്നത്. DIS ആവട്ടെ 2601 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ മാർച്ച് മാസം ക്യാഷ് മാർക്കറ്റിൽ അവർ നെറ്റ് ബൈയേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു. ഡൗ ജോൺസ് 0.18% ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.16% ഇടിഞ്ഞത്. S&P 500 0.65% ഇടിഞ്ഞു ക്ലോസ് ചെയ്തു. കൂടാതെ കഴിഞ്ഞ ആഴ്ച 3 ഇൻഡെക്സുകൾക്കും ഒരു ലോസിംഗ് വീക്ക് തന്നെയായിരുന്നു. ഡൗ ജോൺസ് 0.93% ഇടിഞ്ഞത്. S&P 500 0.26% ഇടിഞ്ഞു. നാസ്ഡാക്കിന് 1.17% നഷ്ടപ്പെട്ടത്. വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ചിപ്പ് സ്റ്റോക്കുകൾ തന്നെയാണ് റിവേഴ്സ് ചെയ്ത്. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 4% ഇടിഞ്ഞു. എൻവിദിയ 5.6% ഇടിഞ്ഞു. ബ്രോഡ്കോം 7% ഇടിഞ്ഞു. അവിടെ വലിയ നഷ്ടമുണ്ടാക്കിയത് ടെക്നോളജി സെക്ടർ തന്നെയായിരുന്നു. 1.8% ഇടിഞ്ഞത്. നേട്ടമുണ്ടാക്കിയത് റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആയിരുന്നു. 1.1% ഉയർന്നു. എനർജി സെക്ടർ 0.4% ഉയരുകയും ചെയ്തു. US പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വന്നത് ജോബ്സ് റിപ്പോർട്ടായിരുന്നു വെള്ളിയാഴ്ച. US തൊഴിൽ വളർച്ച ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു. നോൺ ഫാം പേറോൾ ശമ്പള പട്ടികയിൽ 2,75,000 ജോലികൾ വർദ്ധിച്ചു. എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 2 ലക്ഷത്തിൻ്റെ വർധനവായിരുന്നു. ജനുവരിയിലെ ജോലികളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്.
US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ടെക്സൈഡ് ഇൻഫോസിസ് 0.70% ഇടിഞ്ഞത്, വിപ്രോ 0.48% ഇടിഞ്ഞു, ICICI ബാങ്ക് 0.29% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.20% ഇടിഞ്ഞത്, ആക്സിസ് ബാങ്ക് 0.13% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.01% ഉയർന്നും, S&P 500 0.02% ഇടിവിലും, നാസ്ഡാക്ക് 0.05% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.43% ഇടിഞ്ഞു, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.15% ഉയർന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.16% ഇടിഞ്ഞത്, സ്റ്റോക്ക് 600 0.03% ഉയർന്നും ക്ലോസ് ചെയ്തു. ഫൈനാൻഷ്യൽ സർവീസസ് 1% നേട്ടമുണ്ടാക്കി, ടെക്നോളജി സെക്ടർ 1.5% ഉയരുകയും ചെയ്തു. അടുത്തത് ജർമ്മനിയിൽ നിന്നും വ്യാവസായിക ഉൽപ്പാദനം ജനുവരിയിൽ 1% ഉയരുകയുണ്ടായി. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ 0.05% കൂടുതലായിരുന്നു ഇത്. കൺസ്ട്രക്ഷൻ സെക്ടർ 2.7% ഉയർന്നു, മാനുഫാക്ചറിംഗ് സെക്ടർ 1.1% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.42% ഇടിവിലാണ്, CAC 0.24% ഇടിവിലും, FTSE 0.17% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനയിൽ നിന്നും CPI ഇൻഫ്ലേഷൻ പുറത്തു വന്നു, 0.8% കുറഞ്ഞത്. എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ തന്നെയായിരുന്നു പുറത്തു വന്നത്, നല്ലൊരു റിസൾട്ട് ഡാറ്റ തന്നെയായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.45% ഇടിവിലാണ്, നിക്കി മാർക്കറ്റ് 2.37% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,669.50 എന്ന നിലയിലാണ്, 0.15% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നതാണ് ചോദ്യം. ഓയിൽ പ്രൈസുകൾ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ആഴ്ചയിലും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതിനാൽ എണ്ണ വില ഇടിയുകയുണ്ടായി. ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $81.65 പെർ ബാരൽ എന്ന നിലയിലാണ്, 0.49% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77.61 പെർ ബാരൽ എന്ന നിലയിൽ 0.51% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഇവിടെ ഷെയർ ചെയ്ത ന്യൂസുകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതുമാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.